സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രാവലിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുറച്ച് തിരക്കിന് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. സോ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഈസ് വിത്ത് മീ, ടോണി ഗുൽസ. Hi. Tony, how you feel like when you are coming to Delhi? What kind of weather you feel like compared with your nation? गरम ज़्यादा है. സോ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ 45 ഡിഗ്രിയാണ് ചൂട്. ഇന്ന് ആജ് കാ ഡേറ്റ് कौन सा है? 28. അതായത് 28-ാം തീയതിയാണിന്ന്. ചൂടുണ്ടെങ്കിൽ 45 ഡിഗ്രിയാണ് ഡൽഹിയിലെ ചൂട്. അതായത് ഹ്യൂമിഡിറ്റി 45 സെൽഷ്യസും ഈ എല്ലെന്താ എനിക്കറിയില്ല, അത് 28. 45 ഡിഗ്രിയാണ് ടോട്ടൽ ചൂട്. അത്യാവശ്യം നല്ല ചൂടാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയിൽ നമ്മളെ പുറത്ത് നമ്മളെ ഇരിക്കുന്ന ബാഗ് ഉണ്ടല്ലോ, അതായത് നമ്മളെ പുറം സൈഡൊക്കെ നല്ല ചൂടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഡൽഹിയിൽ ഇത്ര ചൂട് വരുന്നത്. അതായത് നല്ല ചൂടുണ്ട്. शंकर जी हम 32 वर्षമായിട്ട് വർക്ക് ചെയ്യാണ്. शंकर जी, ये यहाँ का मौसम कैसे है? यहाँ का मौसम तो बहुत खतरनाक है ना? बहुत खतरनाक, बहुत गर्मी चल रहा है. നമ്മൾ ബൈക്ക് നാം ചെയ്താ शंकर ശങ്കർജിൻ്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ നല്ല ചൂടാട്ടോ. നമ്മുടെ നാടൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് മുന്നേ പെരുംചൂടേനു. ഇപ്പോൾ ഈ മഴ പെയ്യുന്നതിന് മുന്നേ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. പാലക്കാട് 40 ഉണ്ടായിരുന്നു പറയുന്നത്, 40-42 ഉണ്ടായിരുന്നു. 42 ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹി ഇയാൾ ഫോമായ മാതിരിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമായ, പിന്നെ അത് പെരും ഫോമാണ്. എന്താ പോലെയാണ് സെവാഗല്ല MS ധോണി. അങ്ങനെയാണ് ചൂടിൻ്റെ കാലാവസ്ഥ. ചൂടുള്ള കാറ്റാണ് കേരളത്തിൽ. ഇങ്ങനെ ചൂടുള്ള കാറ്റ് പൊതുവെ വളരെ കുറവാണ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെയുള്ള കാറ്റല്ല മക്കളെ, ആ കാറ്റൊന്നും അല്ല. ഇവിടെയുള്ള ചൂടുണ്ടല്ലോ, സൈക്കിളില്ല, അമ്മാതിരി ചൂട്. അടുത്തൊന്നും ഡൽഹിയിൽ ആരും വരല്ലേ മലയാളികൾ പൊതുവെ. അത്യാവശ്യം മാത്രം വരിക, അത്യാവശ്യം വരാൻ മാത്രം ശ്രമിക്കുക. പിന്നെ നമ്മൾ ജൂൺ 21 ഒരു ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. കാരണം ഈ സമയത്ത് തന്നെ ഭയങ്കര ചൂടാണ്. 2-3 ചൂട് സെറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പിന്നെ ഒരു മഴ പെയ്ത തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ, അല്ല? അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ച സിഗ്നലാണ് നമുക്കുള്ളത് കേട്ടോ. പച്ച സിഗ്നൽ കത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പച്ച സിഗ്നലാണ്. പൊതുവെ ഡൽഹി ഭയങ്കര ബ്ലോക്കാണല്ലോ, പക്ഷെ ചൂടായതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ രാത്രി ഈവനിങ്ങിലൊക്കെയാണ് ആളുകൾ. അതെ, അത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ. കാരണം ഡൽഹിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഇത്ര സ്പീഡിലൊന്നും വണ്ടി പോകില്ല. കാരണം വേൾഡിലെ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ടൗണുകളിൽ ഒന്നാണ് ഡൽഹി. ഓക്കെ, ഇവിടേക്ക് റോഡിലൊന്നും മനുഷ്യന്മാരില്ല, കാരണം എല്ലാവരും നൈറ്റ് ഡ്യൂട്ടിയിലാണ് കേട്ടോ. റോഡൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഓക്കെ, ബ്ലോക്ക് കുറവാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് ഇവിടെ പട്ടേൽ നഗറിൻ്റെ സൈഡിലാണ്. ഓക്കെ, അതുകൊണ്ട് ബൈക്ക് വന്നാലും പോകുന്നുണ്ട്. കമിതാക്കളൊക്കെ ബൈക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഡൽഹി നിങ്ങൾ വരാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടിക്കറ്റുകളൊന്നും ബുക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരരുത്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, അതായത് ഡൽഹിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ നമ്മൾ 7 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ട്. 7-8 വർഷമായിട്ട് ഇങ്ങനെ ഡൽഹി ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. നോക്കി, നമ്മളെ ഓഗസ്റ്റ് 15 സംഭവങ്ങളൊക്കെ നടക്കുന്ന മൈതാനാണത്. ഇന്ത്യ ഗേറ്റാണ് ഈ കാണുന്നുണ്ടോ, ഇന്ത്യ ഗേറ്റ്. അപ്പുറത്ത് നമ്മളെ രാഷ്ട്രപതി ഭവന്. കംപ്ലീറ്റ് ഈ റോഡൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ഇത്ര തിരക്ക് കഴിഞ്ഞാണ്ട് ആളുകളെ ചൂട്, അതായത് ചൂടിൻ്റെ എഫക്റ്റാണ്. ഒരു മനുഷ്യന്മാരില്ല, ആ കുറച്ച് ആളുകളെ ഈ മരത്തിൻ്റെ ഒക്കെ താഴെയുള്ളൂ. അമ്മാതിരി ചൂട്. ആളുകളൊക്കെ നടക്കണ നോക്കി. അതായത് കുറേ കാലത്തിന് ശേഷം ഭയങ്കര റാപ്പിഡ് ഷിഫ്റ്റാണ് ക്ലൈമറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പീക്കാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും, അല്ലേ? ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഓൾറെഡി മാസ് കമ്മ്യൂണിക്കേഷനെ പഠിച്ച് ന്യൂസ് റിപ്പോർട്ടിങ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യണ്ട. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഡൽഹി നഗരത്തിലാണ്. ഡൽഹി നഗരത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടും കാര്യങ്ങളാണ് ഇവിടെയുള്ള കാഴ്ചകളാണ്. ഈ വണ്ടിയിലൊരു പെരുന്നോട്ടം വണ്ടി കയറി പോലീസാന്ന് തോന്നുന്നത്. ഡൽഹിനെ സംബന്ധിച്ചോളം നല്ല അത്ഭുതം കേട്ടോ. കാരണം ഭയങ്കര ചൂട്, അതായത് ഭയങ്കര തിരക്കുള്ള ടൈമാണിത്. ഇതിപ്പോൾ നമ്മൾ എത്തിയത് ജൂലൈനാണ് സ്ഥലത്താണ്. ഇതാണ് ഡൽഹിയിലുള്ള സേവാ വണ്ടികൾ. ഒരാൾക്ക് 5 രൂപയാണ് ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ. നമ്മളെ എയ്സ്
ആ ഏസ് എന്ത് ചെയ്യും, ഇവർ പാസഞ്ചർ വണ്ടിയാക്കിയിട്ട് കൊണ്ടുപോകും. ഇതിപ്പോൾ ഉള്ളത് ജുലൈന എന്ന സ്ഥലത്താണ്. ഓക്കെ, നമ്മളിവിടെ ഉണ്ട്, ടോണി നിക്കോളാസ് ഇവിടെ ഉണ്ട്, ആണോ ഞാനിവിടെ ഉണ്ട്. ഓക്കെ, കൈയൊക്കെ നോക്കി, വിങ്ങ കളറൊക്കെ ആകെ ചോന്ന കളറായിക്കാം, കുളിരും. ഇതാണ് ഡൽഹിയിലെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ ഡ്രൈവേഴ്സ് പൾബറുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല ചൂടുണ്ട്. വണ്ടിയിൽ ഇരുന്നിരുന്ന് വെന്തു. നമ്മളൊരു മൈക്ക് സഡൻ ചാർജ് ആയി, ഫോണൊക്കെ നല്ല ഹീറ്റ്, കൈമല്ലി കടണ്ടല്ലോ, ഭയങ്കര ചൂട്, അങ്ങനത്തെ ചൂടാണ്. ഇപ്പം ഈ ഒരു ഏരിയ 47 ഡിഗ്രി കേട്ടോ ചൂട്. നമ്മൾ പോകുന്നതിനിടയിൽ നമ്മുടെ റൂമിൻ്റെ അടുത്താണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സമയത്ത് അവർക്ക് കിട്ടിയ സ്റ്റേഡിയമാണിത്. ഓക്കെ, ഇതാണ് ജാമിയ മില്ലിയ. ഇപ്പുറത്തെ സൈഡിലും ജാമിയ മില്ലിയ. അവിടെ നോക്കി ജാമിയ മില്ലിയ, ഇവിടെ നോക്കിയാലും ജാമിയ മില്ലിയ. ഒരു ഇന്ത്യയിലെ വളരെ റയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായിരിക്കും ഇങ്ങനെ. കാരണം ക്യാമ്പസിൻ്റെ ഇരു സൈഡുകളിലൂടെ റോഡ് പോകുന്ന ഒരിത്. നമ്മൾ CAA NRC വിഷയ സമയത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് ക്രൗഡ് ചെയ്യുന്നു. ഇത് ഡൽഹിയിലെ മറ്റൊരു വണ്ടി, റിക്ഷകൾ. ഓക്കെ, ഈ വണ്ടിയിൽ ഒരാൾക്ക് 10 രൂപ 20 രൂപയൊക്കെയാണ്. ഉമ്മാര് വെയിലത്തും ആ ചങ്ങായി സിഗരറ്റ് വെച്ചിട്ടുണ്ടോ. ഇതിലൂടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നല്ല സൺസ്ക്രീന് കയ്യിൽ വെക്കുക, കൂളിംഗ് ഗ്ലാസ്, നല്ല കൂളിംഗ് ഗ്ലാസ്, നല്ല കുട. നിങ്ങൾ വരികയാണെങ്കിൽ, ഇനി ഇപ്പം തന്നെ വരില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിപ്പോൾ ട്രിപ്പോ അല്ലെങ്കിൽ എക്സാം ഹോസ്പിറ്റൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള റൂംസ്, നല്ല ക്വാളിറ്റിയുള്ള ബസ് എടുത്ത് വരിക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടയർഡാവും. ഓക്കെ, ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കും. പോയി ഡൽഹിയുടെ ഒരു വിദൂരമായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒഖ്ല ബിഹാറിലെ ടിക്കോണ പാർക്കാണ് കേട്ടോ. ഇതൊക്കെ വെച്ചാൽ ഇങ്ങനെ അടുക്കാൻ പറ്റില്ല, അമ്മരി തിരക്കാണ്. ഇവിടെ നമുക്ക് നല്ലൊരു മുറാദാബാദ് കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഫുഡ് വാങ്ങിയല്ലോ ഇവിടുന്ന്. മുറാദാബാദ് ഭയ്യാ നമ്മൾ വന്നു, കീഴടക്കി കൊണ്ടുപോയി. ഇവിടെ മുറാദാബാദ് ബിരിയാണി കിട്ടും. മുറാദാബാദ് ബിരിയാണി एक बार दिखाओ. ഇതാണ് മുറാദാബാദ് ബിരിയാണി. ഓക്കെ, ആസിഫ് മുറാദാബാദ് ബിരിയാണി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് വാങ്ങി, നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. ഓക്കെ, നമ്മൾ ടോണി നിക്കോളാസ് വണ്ടിക്കകത്തുണ്ട്. ഭയ്യാ ചലോ ഇത് അതിന് നമ്മൾ നേരെ പോവാണ്. ഇതുണ്ടോ, ഇത് പിടിച്ചിട്ടുണ്ടോ, നല്ല ചൂടുണ്ട്. ഇതൊക്കെ ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് രാത്രിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ കംപ്ലീറ്റ് ചായ കുടിക്കാനുള്ള വൈബിൽ വരുന്ന സ്ഥലമാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബട്ട്ല ഹൗസ്. ഈ ഏരിയകളിലുണ്ടോ, ഇതൊരു ഭയങ്കരമായിട്ട് നമ്മളിവിടെ വരുന്ന സമയത്തേ ഇങ്ങനെയാണ് ഈ സംഭവം. ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത് ഒരു മുസ്ലിം ഡൊമിനൻസ് ഏരിയ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നറിയില്ല ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഒരു പൊളിറ്റിക്കലി സംഭവങ്ങളാണ്. നമ്മളൊരു 10 കൊല്ലം മുന്നേ ഇവിടെ വരുന്നത്, നമ്മൾ ഫസ്റ്റ് ഡൽഹിക്ക് വരുന്ന സമയത്താണെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതേ സ്മെല്ല്, അതേ സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇവിടെയുള്ള വണ്ടികളുടെ ഒക്കെ കളറുണ്ടോ, ഫുള്ള് പൊടി മാറിയിട്ട്. നമ്മൾ സേവാ വണ്ടിയൊക്കെ ഉണ്ടോ, 5 റുപ്യേനെ ട്രാവൽ ചെയ്യുന്നു. ഇത് ഈ റിക്ഷക്ക് 10 റുപ്യ. ഇതിന് ഹാത്തി എന്ന് പറയും. ആ വണ്ടിക്ക് ഹാത്തി. നമ്മൾ ആപ്പ കുടിച്ചില്ലേ, അതിനിവിടെ ചോട്ട ഹാത്തി എന്നാ പറയാം കേട്ടോ. മെട്രോ മേലുണ്ട്, മെട്രോ പൊട്ടിപ്പൊഴിഞ്ഞിരിക്കണ്. ഓക്കെ, അപ്പോൾ സെറ്റ് കംപ്ലീറ്റ്. ഈ ഏരിയയൊക്കെ നമ്മൾ ഒരു 2016, 15, 14 നമ്മളിവിടെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവിടെ. അതേ അവസ്ഥയാണ് ഇവിടെ. ഇത് ഒരു ശരിക്കും ചെറിയ അരുവിയാണ് ഈ കാണുന്നത്. പുഴയല്ല, ചെറിയൊരു അരുവി. നോക്കി എത്ര വേസ്റ്റാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ സുഹൃത്തുക്കളെ. നമ്മൾ അക്ഷരത്താളുകളിൽ പഠിച്ച ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ. അനുഭവങ്ങളുടെ ഇന്ത്യ, അനുഭൂതികളുടെ ഇന്ത്യ, അത് വേറെ തന്നെ.
സംഭവം നല്ല വിശക്കുണ്ട്, അതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഡൽഹിയിലെ ഇങ്ങനത്തെ ഓരോ ഗല്ലികളിലൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ ഉള്ള ഒരു ഗല്ലിയാട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കണ്ടു നിങ്ങൾ, ഇങ്ങനത്തെ ഈ റൗണ്ട് ഉണ്ടാവും, അതൊക്കെ സ്ലാബുകളാണ്, അതായത് ബാത്റൂം വേസ്റ്റ് പോകുന്ന ഏരിയകളാണ് ഇതൊക്കെ. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം മൂടും, ബാത്റൂം വേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നേരെയുള്ള ലൈനുകൾ നോക്കി, ഇലക്ട്രിക് ലൈനുകൾ, കംപ്ലീറ്റ് ലൈനുകൾ. അതായത് സ്മെല്ലുകൊണ്ട് സഹിക്കാൻ പറ്റില്ല, അതൊക്കെ മറ്റേ വേസ്റ്റാടോ. ഇങ്ങനത്തെ ഏരിയകളിലാണ് ആളുകൾ ജീവിക്കുന്നത് സുഹൃത്തുക്കളെ. ആകെ തോടാകെ അപഗണന നേരിടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ഒക്കില വിഹാറൊക്കെ കേട്ടോ. കാരണം വൃത്തിഹീനമായിട്ടുള്ള, ഭയങ്കരമായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ മാറാരോഗങ്ങൾക്ക് വിധേയമായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷനിലെത്തി. ഇനി ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ.